കലോത്സവത്തിൽ കാണികളെ ആവേശം കൊള്ളിക്കുന്ന ഇനമാണ് മാർഗം കളി. കല്യാണ ആഘോഷങ്ങളിൽ നിന്ന് കലോത്സവ വേദിയിലെത്തിയ ഈ കലാരൂപത്തിന്റെ വേഷവിധാനത്തിന്റെ വൈവിധ്യമാണ് കാണികളെ ആകർഷിക്കുന്നതിൽ പ്രധാന കാരണം. കലോത്സവ വേദിയിലെ എല്ലാവരെയും ത്രസിപ്പിക്കുകയും അതുപോലെ തന്നെ ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന ഒരു ഐറ്റമാണ് മാർഗം കളി എന്ന് പറയുന്നത്. മാർഗം കളിയുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ മേക്കപ്പുകളെല്ലാം വളരെ സിമ്പിളായി നമുക്ക് തോന്നും. എന്നാൽ അതത്ര സിമ്പിളല്ല. മാർഗം കളി തോമസ് ലിഹയുടെ കേരള സന്ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സുറിയാനി ക്രിസ്ത്യൻ പാരമ്പര്യ കലയാണ്. അതിനാൽ വേഷവിധാനത്തിലും പാരമ്പര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പരമ്പരാഗതമായ വെള്ളമുണ്ടും ചട്ടയും അണിഞ്ഞാണ് മാർഗം കളി അവതരിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം ഏറ്റവും പ്രധാനം കവണിയാണ്. പ്രധാനമായും 3 അല്ലെങ്കിൽ 4 ഞൊറികളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. മാർഗം കളി എന്ന് പറഞ്ഞപ്പോൾ സാധാരണ കോർത്തുണയാണ് അത് ഉപയോഗിക്കുന്നത്. ആ കോർത്തുണ ലേസ് വെച്ച് പിടിപ്പിക്കുമ്പം ഒന്നുകൂടെ സിമ്പിളായിട്ടല്ല, കോട്ടൺ തുണിയായിരിക്കണം. പിന്നെ അതിൻ്റെ ആ കശവേലും അല്ലെ ഈ കവണിയൽ ഷോളിടുന്ന കവണിയലൊക്കെ ആ സാധനമൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ മല്ലുപണിയാണ്. പിന്നെ ആ ലേസ് ഇപ്പം കിട്ടാനില്ല, എന്നാലും ഉണ്ട്, ഇച്ചിരി പണിയുണ്ട് അതിന്. പിന്നെ മാല ആഭരണങ്ങളെല്ലാം വരുമ്പോൾ ഇച്ചിരി പണിയുണ്ട് എല്ലാം കൂടെ. വേഷവിധാനം കഴിഞ്ഞാൽ പിന്നെ കഴുത്തിലൊരു മാല, ചെവിയിൽ കുണുക്ക്, കാലിൽ ഒരു വലിയ തള. ഇത്രയുമായാൽ വേദിയിൽ കയറാൻ മാർഗം കളിക്കാരികൾ റെഡിയാണ്. കലോത്സവ വേദിയിൽ വിസ്മയം തീർക്കുന്ന ഇവരുടെ പിന്നാമ്പുറ കാഴ്ചകൾ അത്ര നിസ്സാരമല്ലെന്ന് മനസ്സിലായില്ലേ? പി സലീം, ശരണ്യ പൊയ്യേരി എന്നിവരോടൊപ്പം കലോത്സവ വേദിയിൽ നിന്നും